ഹലോ! ഇന്നൊരു അടിപൊളി മുട്ടയും പനീറും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്താനേ പറ്റൂല. അത്രയ്ക്കും ടേസ്റ്റാണ്. കുറച്ച് സോസൊക്കെ കൂടെ മുക്കി ഒന്ന് കഴിച്ചാലുണ്ടല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അടിപൊളി ഹെൽത്തി ആയിട്ടൊരു ടേസ്റ്റി സ്നാക്ക്. നിങ്ങൾ കഴിച്ചാൽ സത്യമായിട്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. നിർത്താനേ പറ്റൂല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പനീർ. ഞാനത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീറാണ് കേട്ടോ. എന്നിട്ട് ഒരു മുട്ട മാത്രമേ വേണ്ടുള്ളൂ. ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിവേപ്പിലയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ. പിന്നെ സവോള ചെറുതായി അരിഞ്ഞത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങുണ്ടല്ലോ, അത് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് വേവുള്ളത് കൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിഴങ്ങുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കോൺഫ്ലവർ, പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ. ഒരു കപ്പിൽ ആവശ്യത്തിനനുസരിച്ച് അതൊന്ന് കുഴയാത്ത രീതിയിൽ നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നൊരു പരുവമുണ്ടല്ലോ, ഡവ് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. വെള്ളം പോലെ ആക്കിയെടുക്കാതെ കുറച്ച് അതായത് നമുക്ക് മൊരിഞ്ഞ് കിട്ടുന്ന ഒരു പരുവത്തിൽ പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പരുവത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒറിഗാനോ ഉണ്ടല്ലോ, ഒറിഗാനോ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പിസ്സയുടെയൊക്കെ ഒരു കൂടെ നമുക്ക് കിട്ടുന്ന സാധനമില്ലേ, ആ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വെജീസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്യാപ്സിക്കം ഒന്നും ആഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും വെജീസ്, ക്യാരറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും വെജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ ക്യാപ്സിക്കം കൂടെ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. പക്ഷേ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പനീറും മുട്ടയും കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ദാ നല്ലൊരു ഷേപ്പിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തി റെസിപ്പീസ് കഴിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റുമാണ്. പക്ഷേ ടേസ്റ്റ് അത്രയും നമുക്കില്ലെങ്കിലും നല്ല ഹെൽത്തി റെസിപ്പി കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനത്തിൽ കഴിക്കാമല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഈ മുട്ടയും പനീർ കോമ്പിനേഷനായിട്ടുള്ള ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കൂടുതലും ഹെൽത്തി വീഡിയോസ് ആയിരിക്കും. അത് മുട്ട വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിരിക്കും. അത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ഒരു ഭാഗം മൊരിഞ്ഞ് വന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ അവധിക്കാലത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം. ഈ മുട്ടയുടെയും ഈ പനീറും വെച്ചിട്ട്, ഈ പനീർ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഐറ്റമാണ് കേട്ടോ. അതായത് പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് പിഴിഞ്ഞ് കിട്ടും. പിഴിഞ്ഞ് ഇട്ടിട്ട് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട്, അതായത് ആ പനീർ നമുക്ക് പിരിഞ്ഞ് കിട്ടിയ ആ സംഭവം എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ദിവസം ഒന്ന് സെറ്റ് ചെയ്യാൻ, കുറച്ച് വെയിറ്റുള്ള ഒരു സാധനം മുകളിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പനീർ ഉണ്ടാക്കിയെടുക്കാം. അത്രയ്ക്ക് നല്ല അത് വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് നല്ല വിലയാണ്. വീട്ടിൽ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പനീർ മുട്ട റെസിപ്പി, എഗ്ഗ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒന്ന് കഴിച്ചാൽ നമുക്ക് പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ കുറേ പൊടിക്കൈയൊക്കെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ശരിക്കും നിങ്ങൾക്കാണേലും കുട്ടികൾക്കാണേലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല വെറൈറ്റി റെസിപ്പീസാണ് എൻ്റെ വീഡിയോയിൽ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.